ഇത് ഇവിടെ അമ്മയും മോനുമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നേ? ചേട്ടനല്ലേ മുമ്പേ വന്നേ? അമ്മയും മോനുമാണ്. എന്താ സംഭവിച്ചെന്നാ ചേട്ടൻ്റെ ഒരു അറിയില്ല. രാവിലെ ഇങ്ങനെ വൈകുന്നേരം അറിഞ്ഞതാണ്. ചേട്ടനോട് ഗിരീഷ് സംസാരിച്ചിരുന്നല്ലേ മുമ്പേ പറഞ്ഞു? അതെ പറഞ്ഞു. എന്താ ഗിരീഷ് അമ്മ മരിച്ചു എന്നാണ് പുള്ളി പറഞ്ഞത്. എന്താ ഇങ്ങനെ കുഴിച്ചിടാൻ കാര്യമായിട്ട് പുള്ളിയുടെ ഈ സാമ്പത്തിക പ്രശ്നം അതാണ് പുള്ളി അങ്ങനെ ചെയ്തെന്ന പുള്ളി പറയും. ചേട്ടനകത്ത് കയറി കണ്ടപ്പോ എങ്ങനെയാ കണ്ട്? സ്റ്റോർ റൂമിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. എന്തേലും വെക്കോ അങ്ങനെ വല്ലതും? 3 കല്ല് അതിന്റെ പുറത്തിരിപ്പം. പുള്ളി പറയുന്നത് വെള്ളമൊക്കെ ആയതുകൊണ്ടാണ്? വെള്ളമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പുള്ളി അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. പുള്ളി നാട്ടുകാരോടൊക്കെ ആയിട്ട് സഹകരണമുള്ള ആളാണോ? കുഴപ്പമില്ല, സഹകരിച്ച് നടക്കുന്ന മനുഷ്യനാണ്. ഈ അമ്മയ്ക്ക് വയ്യാതിരിക്കായിരുന്നു? പുള്ളിക്കാരി പാടാതിരിക്കുന്നു. പാണ്ടൊക്കെ പിടിച്ച് പൊട്ടി നാറിയൊക്കെ ഇരിക്കണം. എന്തോ ശരീരത്ത് പാണ്ടൊക്കെയാണ്, പൊട്ടി നാറിയിരിക്കണം. ആരും നോക്കാനില്ല സാറേ. ചെണ്ടിയായിരുന്നു തിന്നോണ്ടിരുന്നത് 4 കാലം നടന്നപ്പോ. ഇപ്പൊ നടക്കാൻ മേലാതെ വരികയിലായപ്പോ ഇതിങ്ങളൊക്കെയാണ് വെള്ളം കൊടുക്കുന്നത്. ഇവരൊക്കെയാണ് ഈ പറ്റ വീട്ടുകാർ. അതങ്ങനെയാണ് തിന്നോണ്ടിരുന്നത്. ഇപ്പൊ പൊട്ടും മേലാതെ അവിടെ കിടപ്പ. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഞങ്ങളുടെ വീട് കുറെ പടിഞ്ഞാറ്. എന്റെ മകൻ ഇന്നലെ വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയണം ഈ മരിച്ച കാര്യം. ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഈ സംഭവം പോലും അറിഞ്ഞില്ല. അവരുടെ മരുമകളാണ് ഈ നിക്കണത്, ഈ പേരക്കുട്ടി. ചേച്ചി എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? എനിക്കറിയില്ല. കൊച്ചുങ്ങൾ വൈകുന്നേരമാണ് എന്നോട് പറയണ. ഞാനില്ലായിരുന്നു. അന്നപ്പോൾ അമ്മച്ചോന് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പപ്പ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വാതിക്കയിൽ, ഞങ്ങളെ പടിഞ്ഞാറ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛമ്മ മരിച്ച്. അപ്പോൾ അമ്മയോട് പറയണ്ട, നമുക്ക് വിരടത്ത് ഇടാം, ഇവിടെ വെള്ളമല്ലേ, വിരടത്തണം അങ്ങനെ ഇട്ടേന്ന് പറഞ്ഞു. ചേച്ചിയോട് പറഞ്ഞില്ല? എന്നോട് പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് അറിഞ്ഞപ്പോൾ ഞാനാണ് പ്രസാദിനെ വിളിച്ച് പറഞ്ഞത്. ഇങ്ങനെ പ്രസാദിൻ്റെ പോലെ ഒരു കാര്യം കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗിരീഷ് നേരെ പ്രസാദിൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞ്. വന്നപ്പോൾ ചോദിച്ചപ്പോൾ തല കൈവച്ചും പറഞ്ഞു എടാ ഞാൻ ചെയ്തു പോയി, കാരണം വെച്ചാൽ അമ്മ മരിച്ചിരിക്കുന്നു, ഞാൻ അപ്പം കൊണ്ട് വന്നപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പെരടത്ത് കുടിച്ചിട്ടേന്ന് പറഞ്ഞത്. ചേച്ചി ഇവിടെ അല്ലേ താമസിക്കുന്നത്? ഞാൻ 5-6 വർഷമായിട്ട് ഞാൻ വാടകയ്ക്ക് തൊറൂരാ താമസിക്കണം. വീടിൻ്റെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞു മൂത്തവളെ ഞങ്ങൾ ഗർഭിണിയായപ്പോഴത്തേന് മാറിയതായിരുന്നു. ഇവിടെ വെള്ളം ഭയങ്കര വെള്ളം എനിക്ക് പറ്റുന്നില്ല. പിന്നെ അവിടെ വെച്ച് തന്നെ പുള്ളി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നപ്രയത്തിൽ പുള്ളി അമ്മയുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഞാൻ എൻ്റെ 2 മക്കളായിട്ട് എൻ്റെ അമ്മയായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ മേലെന്ന് എന്നെ ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് കാണാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗിരീഷും വന്ന് പറയണമെങ്കിൽ ഞാൻ ഭക്ഷണം വെച്ച് എൻ്റെ മക്കളയിൽ ഞാൻ കൊടുത്തു വിടും. ഭക്ഷണം അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ കൊടുത്തു വിടുമായിരുന്നു. അവരൊരു ഇല്ല, ഗിരീഷ് അമ്മ ജീവനായിരുന്നു. കാരണം വെച്ചാൽ അമ്മയ്ക്കും അങ്ങനെയായിരുന്നു ഗിരീഷിനോട്. പക്ഷെ ഗിരീഷ് ഒരിക്കലും മറ്റുള്ളവർ ഇത് ഇല്ല, പുള്ളിക്ക് വേറൊരു ഈ അഴുക്ക് കൂട്ടുകെട്ടോ ഒന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ഈ ഒറ്റപ്പെട്ടതിന്റെ രീതിയിലായിരിക്കും പുള്ളി ഇച്ചിരി പണിയും കഴിഞ്ഞ് വന്ന് മദ്യം ശരിക്കും കഴിക്കുമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സുഖമില്ലായിരിക്കുമായിരുന്നു, പ്രായത്തിന്റെ ഇതൊക്കെ ആയിരിക്കും. ഞാൻ ഗിരീഷ് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഗിരീഷിനോട് ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് ഗിരീഷ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൂടെ നിന്ന് കുടിച്ച ആൾക്കാരുണ്ടായി ഇപ്പൊ ഇല്ലല്ല. പക്ഷെ ഇപ്പൊ ഇത് വന്നപ്പോ ഒരു കാര്യം എന്നോട് എനിക്ക് പറയാമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനും കൊണ്ടുപോയി മശാനത്തിട്ടേനല്ല. ഇപ്പൊ എനിക്ക് നാട്ടുകാരോട് പറയാൻ ഇച്ചിരി പുള്ളി. പിന്നെ പണ്ട് കാലം മുതലേ അമ്മയും മോനും ആരെയും താഴിയല്ല. കാരണം വെച്ചാൽ അവർ തമ്മിൽ താമസിക്കാരനെ അവരാരെയും മുന്നിൽ കൈ നീട്ടാൻ പോവുകയല്ല. അങ്ങനെ ഒരു ഇതുകൊണ്ടായിരിക്കാം ഗിരീഷ് ഇങ്ങനെ ചെയ്തത്. അപ്പം സ്വാഭാവികമായിട്ട് തന്നെ ഇങ്ങനെ ആ വീട്ടിലേക്കുള്ള വഴിയാണ്. വേലിയേറ്റം വേലിയിറക്കം ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഇത്രയും ഒരു മോശമായിട്ടുള്ള വഴി കൂടെ വേണം അങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടി. ഇത് മഴക്കാലത്തൊന്നും ഒന്നുമല്ല, സ്ഥിരമായി ഇവിടുത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ സാധാരണ ഈ കണ്ടൽക്കാടിനൊക്കെ നടുക്കൂടെ പോകുന്ന ഒരു വഴിയാണ്. ആ വഴിയിലൂടെ വന്ന് നമ്മൾ മുമ്പേ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഒരു ദുർഘടമായ ഒരു സ്ഥലം കടന്ന് ഒരു തടിപ്പാലമൊക്കെ ഉണ്ട്. ആ തടിപ്പാലമൊക്കെ കടന്ന് വേണം അപ്പുറത്ത് വീട്ടിലേക്ക് പോകാൻ.